വീട്ടിൽ അമ്മയുണ്ട്, പ്രതികളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രായമായിട്ടില്ല, പ്രധാന പ്രതിയുടെ അമ്മ അവശയാണ്. നോക്കൂ, ഈ സമൂഹത്തിൽ എത്രയോ പേർ ചോദിക്കുന്നു, ഈ സർവൈവറെ പറ്റി കോടതി വിധിന്യായത്തിൽ എന്തെങ്കിലും അനുകമ്പാപൂർവമായ ഒരു വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ 9 വർഷം ഈ സർവൈവർ അനുഭവിച്ച പീഡയെക്കുറിച്ച്, വ്യഥയെക്കുറിച്ച്, അവരുടെ അച്ഛനെയും അമ്മയെയും ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷവും അവളെ കൈപിടിച്ച് അവളുടെ പാർട്ട്ണറെ കുറിച്ച്, ഒരു പുരുഷനെ കുറിച്ച് ഈ സമൂഹത്തിന് എന്താണ് പറയാനുള്ളത്? അത്രമാത്രം ഞാൻ ഇവിടുത്തെ മുഴുവൻ ആളുകളോടും പറയുകയാണ്, ഇതൊരു താക്കീതാണ്. ഇനി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന പെണ്ണിനെതിരെയുള്ള ഒരു താക്കീത്, അഭിപ്രായം പറയാൻ പോകുന്ന ഒരു പെണ്ണിനുള്ള ഒരു മുൻകൂർ വിധിയാണ് നടത്തിയിരിക്കുന്നത്. മിണ്ടരുത്, നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾക്ക് എന്തു പറ്റിയാലും നിങ്ങൾ എല്ലാ കാലത്തും ഇരകളായി മാത്രം നിൽക്കണം. നിങ്ങൾ സർവൈവർ ആകാൻ പാടില്ല. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കരുത്, നിങ്ങൾ മുട്ടുകാലിൽ എണയണം. ഈ സന്ദേശമാണ് നമ്മുടെ വിധിന്യായത്തിലൂടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട എല്ലാവരോടുമായി പറയുകയാണ്, ഇതൊരു ഒറ്റ പോരാട്ടമല്ല, ഒറ്റയ്ക്കുള്ള പോരാട്ടമല്ല, ഒറ്റയ്ക്കുള്ള പോരാട്ടമല്ല. സംഘം ചേർന്ന് നാട് മുഴുവൻ ഒന്നിച്ച് അണിനിരന്ന് തെരുവിലിറങ്ങേണ്ട ഒരു പോരാട്ടമാണ്. അവൾക്കൊപ്പമായിരിക്കണം ഊണിലും ഉറക്കത്തിലും. അവൾക്കൊപ്പം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ മനുഷ്യന് വേണ്ടിയുമാണ്. അവളാണ് ഈ സമൂഹത്തെ നയിക്കുന്നത്, അവളാണ് ഈ സമൂഹത്തിന്റെ നാരായ പേര്. അവളിൽ നിന്നാണ് ഈ സമൂഹം ഉണ്ടാകുന്നതും വളരുന്നതും പടരുന്നതും. സോ എല്ലാവരോടുമായി ഒരു അഭ്യർത്ഥന, ഇത് കേവലമായ ഒരു പ്രതിഷേധമായി ഇവിടെ തീരാതെ ഇനിയും മേൽക്കോടതികളിലേക്ക് പോകുമ്പോഴും അതിനപ്പുറത്തേക്ക് പോകുമ്പോഴും പെണ്ണിനൊപ്പം നിൽക്കാനുള്ള ഒരു ചങ്കൂറ്റം, ആണത്തം എന്ന് പറയുന്നത് പെണ്ണിനോടുള്ള സ്നേഹവും ബഹുമാനവുമാണെന്നുള്ള രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള, ഒറ്റപ്പെടാതെ ഒന്നിച്ചു നിന്നുള്ള ഒരു കൂട്ടിന്, ഈ അവൾക്കൊപ്പം മുദ്രാവാക്യത്തിന് ജീവൻ കൊടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഒപ്പം ഉണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അവൾക്കൊപ്പം, അവൾക്കൊപ്പം, അവൾക്കൊപ്പം മാത്രം.